വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നമുക്ക് ഓവുലേഷൻ നടക്കുന്നതിന്റെ 10 ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ കേട്ടിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് റെഗുലർ പീരിയഡ്സ് ആണെങ്കിലും ഈ 10 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് ശരീരത്തിൽ ഉണ്ടെന്നാണ് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഓവുലേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ പറയാം. ഏതെങ്കിലും ഒരു നിങ്ങളുടെ അണ്ടാശയത്തിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള ഒരു അണ്ടം പുറത്തേക്ക് വരുന്ന ഒരു പ്രക്രിയയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 2 അണ്ടാശയങ്ങളാണുള്ളത്, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും. ഒരു മാസം ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ അടുത്ത മാസം അണ്ടം വരുന്നത് റൈറ്റിൽ നിന്നായിരിക്കും. ഒരു 80 to 20 അല്ലെങ്കിൽ ഒരു 22 mm സൈസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടം നാച്ചുറലി പൊട്ടാറാണ് പതിവ്. അതായത് നമ്മൾ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ മെഡിസിൻസോ ഒന്നും കഴിക്കാതെ നാച്ചുറൽ ആയിട്ട് അണ്ടം പുറത്തേക്ക് വരും. നമ്മളുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് വെച്ചിട്ടാണ് ഓവുലേഷൻ ദിവസം കണ്ടുപിടിക്കുന്നത്. ഏകദേശം മെൻസ്ട്രൽ സൈക്കിളിന്റെ ഒരു മിഡിൽ പോർഷനിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് ഓവുലേഷൻ ഉണ്ടാവാറ്. അതായത് 28 ആണെങ്കിൽ 14th ഡേ ഓവുലേഷൻ ഉണ്ടാകും, 29th ആണെങ്കിൽ 15th ഡേ ഓവുലേഷൻ ഉണ്ടാകും, 30 ആണ് മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് എങ്കിൽ 16th ഡേ ഓവുലേഷൻ ഉണ്ടാകും. അത് ഓൾമോസ്റ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഏകദേശം നിങ്ങളുടെ സൈക്കിൾ ലെങ്ത് വെച്ചിട്ട് നമുക്ക് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സൈക്കിൾ ലെങ്ത് എന്ന് പറയുന്നത് എന്നാണോ നിങ്ങളുടെ പീരിയഡ്സ് ഉണ്ടാകുന്നത്, പീരിയഡ്സിന്റെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്, ആ ദിവസത്തിനെ ഡേ 1 ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത മാസം ഏത് ദിവസമാണോ നിങ്ങൾക്ക് പീരീഡ് വരുന്നത് ആ ദിവസം വരെ നിങ്ങൾ കൗണ്ട് ചെയ്യുക. ഇപ്പോൾ ഒക്ടോബർ 1 നിങ്ങൾക്ക് ആദ്യമായിട്ട് ബ്ലീഡിംഗ് തുടങ്ങിയതെങ്കിൽ ഒക്ടോബർ 1 മുതൽ നവംബർ 1 നിങ്ങൾക്ക് അടുത്ത ബ്ലീഡിംഗ് വന്നതെങ്കിൽ നവംബർ 1 വരെ, ഒക്ടോബർ 1 മുതൽ നവംബർ 1 വരെ എത്ര ദിവസമുണ്ടെന്ന് നിങ്ങൾ എണ്ണിയെടുക്കുന്ന സമയത്ത് ഒക്ടോബർ 1 നിങ്ങൾ 1 ആയിട്ട് തന്നെ, അതായത് ഫസ്റ്റ് ഡേ ആയിട്ട് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് എണ്ണിയെടുക്കുന്നതാണ് മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. മെൻസ്ട്രൽ സൈക്കിളിന്റെ ലെങ്ത്തിൽ നിന്ന് നിങ്ങൾ 14 കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓവുലേഷൻ സമയം കിട്ടും. ഈ 14 എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആയിട്ടുള്ള ഒരു സംഖ്യയാണ്. അതിനൊരു മാറ്റം വരില്ല. നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്തിനെ മാറ്റം വരുള്ളൂ. 14 എന്ന് പറയുന്ന ഒരു സംഖ്യക്ക് മാറ്റം വരില്ല. ഒരു മാസം 30 ദിവസം കൂടിയാണ് പീരിയഡ്സ് വരുന്നതെങ്കിൽ 30 - 14, അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 16. ഓക്കെ, ഇനി 29 ആണ് മെൻസ്ട്രൽ സൈക്കിൾ ഒരു മാസം വരുന്നതെങ്കിൽ 29 - 14 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15. അങ്ങനെ നിങ്ങൾ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ 15 എന്നുള്ള ഒരു ദിവസം പറയുമ്പോഴേക്കും 15th ഡേ ഓഫ് പീരിയഡ്സ്, അതായത് പീരിയഡ്സിന്റെ 15ാമത്തെ ദിവസം, പീരിയഡ്സ് തുടങ്ങിയിട്ടുള്ള 15ാമത്തെ ദിവസമാണ് ഓവുലേഷൻ ഉണ്ടാകുന്നത്. ആ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഒരുപാട് പേർക്ക് സംശയമുള്ള കാര്യമാണത്, അതുകൊണ്ടാണ് അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ഓവുലേഷൻ നടക്കുമ്പോൾ ശരീരത്തിൽ ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടാകും. കാരണം ഒരു പ്രവർത്തനം അവിടെ തുടങ്ങാനായിട്ട് പോവുകയാണ്, നിങ്ങൾ അമ്മയാകാനായിട്ട് പ്രിപ്പയർ ആവുന്നതിന്റെ ആദ്യത്തെ പടി അവിടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴേക്കും ശരീരം ഒരുപാട് ലക്ഷണങ്ങൾ കാണിച്ചു തരും. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതും നിങ്ങളുടെ പാർട്ട്ണർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ലക്ഷണങ്ങൾ അവിടെ ഉണ്ടാകും. അതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസമാണ്. സാധാരണ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ദിവസം ഇംപ്ലാന്റേഷൻ കൃത്യമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ബോഡി ടെമ്പറേച്ചർ ചാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കേട്ടവർക്ക് മനസ്സിലാകും നമ്മൾ ബേസൽ ബോഡി ടെമ്പറേച്ചർ ആണ് എടുക്കേണ്ടത്. അതായത് നമ്മൾ ഒരുപാട് നേരം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ശേഷമുള്ള ടെമ്പറേച്ചർ അല്ല എടുക്കേണ്ടത്. കിടക്കയിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഇരിക്കുക, കിടക്കയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇരിക്കുക. അതിനുശേഷം നമ്മുടെ ഒരു നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നത്, നമ്മൾ തെർമോമീറ്റർ എവിടെയാണോ വെക്കുന്നത്, ഇപ്പൊ കക്ഷത്തിന്റെ അവിടെയാണെങ്കിൽ അവിടെ വെച്ചിട്ട് നിങ്ങൾ ബേസൽ ബോഡി ടെമ്പറേച്ചർ ഒന്ന് ചാർട്ട് ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ പീരിയഡ്സിന്റെ 2nd ഡേ മുതൽ നിങ്ങൾ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. കിടക്കയിൽ നിങ്ങൾ രാത്രി കിടക്കാനായിട്ട് പോകുമ്പോഴേക്കും നിങ്ങളുടെ സൈഡിൽ തന്നെയായിട്ട് ഒരു ബുക്കും പേപ്പറും അതുപോലെ തന്നെ ഒരു തെർമോമീറ്ററും എടുത്ത് വെക്കുക. നിങ്ങൾ ആ കിടക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ടെമ്പറേച്ചർ നോക്കുക. കിടക്കുന്ന പൊസിഷനിൽ തന്നെ നിങ്ങൾ ടെമ്പറേച്ചർ നോക്കുക, അത് നോട്ട് ചെയ്ത് വെക്കുക. കൃത്യം ഓവുലേഷൻ നടക്കുന്ന ദിവസം ആകുമ്പോഴേക്കും നിങ്ങളുടെ ടെമ്പറേച്ചർ ചെറുതായിട്ടൊന്ന് കൂടും. 1 ഡിഗ്രി ഒന്നും അല്ല കേട്ടോ. ചിലപ്പോൾ ഒരു 97.5 ആണ് നിങ്ങളുടെ കറക്റ്റ് ഒരു ഡിഗ്രി വന്നതെങ്കിൽ ചിലപ്പോൾ അതൊരു 98 ആകും, അല്ലെങ്കിൽ 97.7 ആകും. അങ്ങനെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാകും. ആ ഒരു ഇൻക്രീസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഓവുലേഷൻ നടന്നു എന്നാണ്. അതാണ് ഏറ്റവും ആദ്യത്തെ ലക്ഷണം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് പലർക്കും ഹെഡേക്ക് ഉണ്ടാകും, തലവേദന. ഒരു മിഡ് സൈക്കിളിന്റെ ഭാഗത്തായിട്ടായിരിക്കും നിങ്ങൾക്കിത് ഉണ്ടാകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുമ്പോൾ FSH ഹോർമോൺ, LH ഹോർമോൺ, ഈസ്ട്രജൻ ഹോർമോൺ എന്നീ 3 ഹോർമോൺസും ഒരേപോലെ ഇൻക്രീസ് ആയിരിക്കും. അങ്ങനെ വരുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് തലവേദന ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പൊ ഹോർമോൺ സപ്ലിമെന്റ്സ് എടുക്കുന്നവർക്ക് അറിയാം, ലെട്രസോളൊക്കെ എടുക്കുന്നവർക്ക് അറിയാം, അവർക്കൊക്കെ ഇങ്ങനെയുള്ള തലവേദനയും ബുദ്ധിമുട്ടും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ.
മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര സ്മെല്ല് നമുക്ക് കിട്ടും. സ്മെല്ലിന്റെ ഭയങ്കരമായിട്ട് ഹൈറ്റൻഡ് ആയിട്ട് നമുക്ക് സ്മെല്ല് കിട്ടുക. അതായത് വളരെ ദൂരത്ത് വരെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ സ്മെല്ല് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. ഈസ്ട്രജൻ ഹോർമോൺ ആണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നമുക്കിപ്പോൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് പല സ്ത്രീകൾക്കും ഇങ്ങനെ ഉണ്ടാവില്ലേ, ഒരു മാതിരി സ്മെല്ല് നമുക്ക് പിടിക്കാതെ വരിക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചിലപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്ക് അത്രയും സ്മെല്ല് കിട്ടുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്മെല്ല് കിട്ടുക. ഇത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് കേട്ടോ. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ലിബിഡോ, അതായത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം. നമ്മളും കൂടി ഫിസിക്കലി പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ മാത്രമല്ല ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മളെ ബോഡി പ്രിപ്പയർ ചെയ്തെടുക്കുകയാണ് ഈ ഒരു പ്രവർത്തനത്തിൽ ചെയ്യുന്നത്. ഈ സമയം അടുക്കുമ്പോൾ, ഓവുലേഷൻ സമയം അടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു പ്രവർത്തനം ചെയ്യാനായിട്ടുള്ള താല്പര്യവും ഇൻട്രസ്റ്റ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബ്രസ്റ്റിന് പെയിൻ ആണ്. നമുക്ക് ആ ഒരു സമയത്ത്, അതായത് നമുക്ക് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് ഏകദേശം അണ്ടം പൊട്ടാറായിട്ടുള്ള ആ ഒരു സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് രണ്ട് ബ്രസ്റ്റിനും തൊടുമ്പോൾ വേദനയും കൽടപ്പും ഒക്കെ അനുഭവപ്പെടുന്നത് നോർമലായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കേട്ടോ. ആറാമത്തെ ലക്ഷണമാണ് ലോവർ അബ്ഡമൻ പെയിൻ. ലോവർ അബ്ഡമൻ പെയിൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് പൊക്കിളിന് താഴെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ആയിരിക്കും. പ്രോബബ്ലി നിങ്ങൾക്ക് ഏത് ഭാഗത്താണോ അണ്ടം പൊട്ടുന്നത് ആ ഒരു ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നത്. ഒന്ന് കുത്തുന്നത് പോലെയുള്ളൊരു വേദനയായിരിക്കും, അല്ലെങ്കിൽ അടിവയറ് ജസ്റ്റ് നമുക്ക് വിസിബിൾ, ചിലപ്പോൾ നമുക്ക് ആ പെയിൻ നല്ലതുപോലെ അങ്ങോട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ടെൻഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്കത് വിസിബിൾ ആവില്ല. ചിലർക്കൊക്കെ എന്ന് പറയുന്നത് ആ ഒരു പെയിനിന്റെ ചിലപ്പോൾ ഒരു ആഘാതം കുറച്ചങ്ങോട്ട് ഉണ്ടാകും, ചിലർക്ക് ഭയങ്കര കുറവായിരിക്കും കേട്ടോ പെയിൻ. ഒന്നുകിൽ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടായിരിക്കും വേദന അനുഭവപ്പെടുന്നത്. ഏഴാമത്തേന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് സെർവിക്കൽ മ്യൂക്കസ്. സെർവിക്കൽ മ്യൂക്കസ് എന്ന് പറയുന്നത് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാകുന്ന പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ഡിസ്ചാർജ് ആണ്. ഈ ഒരു ഡിസ്ചാർജ് നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള അല്ലെങ്കിൽ ഉണ്ടാകുന്നതിനുള്ളൊരു ഹെൽപ്പ് എന്ന് പറയുന്നത് ശരീരത്തിനകത്തേക്ക് സെമനെ കൃത്യമായിട്ട് കയറി പോകാൻ വേണ്ടിയിട്ടും അതിന് കൊടുക്കേണ്ട ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കാനും ഇതിന് സാധിക്കുന്നു. അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ വജൈന കൂടുതൽ വെറ്റായിട്ടിരിക്കുന്നത് ആ ഒരു പ്രോസസ്സ്, അതായത് ഫിസിക്കൽ കോണ്ടാക്ടിന്റെ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതിനും ബോഡി സഹായിക്കുന്നു. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഓവുലേഷൻ ഡിസ്ചാർജ് ഇല്ലെങ്കിൽ പ്രഗ്നന്റ് ആകില്ലേ എന്നുള്ളത് ഒരു കാര്യം. ഓവുലേഷൻ ഡിസ്ചാർജ് ഇല്ലെങ്കിലും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡിസ്ചാർജ് തിക്കാണെങ്കിൽ, അതായത് നമ്മൾ കയ്യിൽ വെക്കുമ്പോഴേക്കും അത് വലിച്ചു നീട്ടാൻ പറ്റുന്നില്ല, ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന ടൈപ്പ് ഡിസ്ചാർജ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ അതൊരു ഹോസ്റ്റൈൽ എൻവയോൺമെന്റ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കും. അതായത് സെമന് അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ശരീരത്തിലോട്ട് ഉണ്ടാക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് സുഗമമായിട്ട് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ വരികയും ആ ഒരു ഓപ്പണിംഗിൽ വെച്ച് തന്നെ അല്ലെങ്കിൽ സെർവിക്സിൽ വെച്ച് തന്നെ സെമൻ പൂർണ്ണമായിട്ടും നശിച്ചു പോകുന്നതിനും അത് കാരണമാകും. അപ്പോൾ ഡിസ്ചാർജ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഉണ്ടാകുന്ന ഡിസ്ചാർജ് കട്ടിയായിട്ടുള്ള ഡിസ്ചാർജ് ആണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അത് ശ്രദ്ധിക്കണം. ഒരു ഡോക്ടറെ പോയി കണ്ട് നിങ്ങളത് പറയണം. അതുപോലെ തന്നെ ഓവുലേഷൻ നടക്കാനായിട്ട് മെഡിസിൻസ് എടുത്ത് ഇൻഡ്യൂസ് ചെയ്യുന്നവർക്ക്, അതായത് ലെട്രസോള്, ക്ലോമോഫെൻസിട്രേറ്റ് അല്ലെങ്കിൽ HCG ഇഞ്ചക്ഷൻ ഒക്കെ വെക്കുന്നവർക്കൊക്കെ ഓവുലേഷൻ ഡിസ്ചാർജ് ഉണ്ടാവാറില്ല. അത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഓവുലേഷൻ ഡിസ്ചാർജ് നിങ്ങൾക്ക് കാണുന്നില്ല എന്നാണെങ്കിൽ, എന്നാണോ ഓവുലേഷൻ ദിവസം നിങ്ങൾക്ക് വരുന്നത് അതിനേക്കാളും കുറച്ച് ദിവസം മുൻപ് കൂടി നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങുക. അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു 3 തവണയാണ് ഓവുലേഷൻ ടൈം പീരീഡിൽ ചെയ്യുന്നത് എങ്കിൽ അതൊരു 5 തവണയാക്കി കൂട്ടാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് സെമന് ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് സെർവിക്കൽ മ്യൂക്കസ് ആണെന്ന് പറഞ്ഞല്ലോ. ആ ഒരു എൻവയോൺമെന്റ് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഒരു കൂട്ടം സെമൻ അവിടെ നശിച്ചു പോകാനായിട്ട് അത് കാരണമാകും. അപ്പോൾ അതിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നതിന്റെ അളവ് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് സ്പോട്ടിംഗ് അല്ലെങ്കിൽ ചെറുതായിട്ടുണ്ടാവുന്ന ബ്ലീഡിംഗ്. ചിലവർക്ക് ഓവുലേഷൻ നടക്കുന്നതിന്റെ സമയത്ത് ചെറിയ ചെറിയ സ്പോട്ടിങ്ങും ചെറുതായിട്ട്, അതായത് ഒരു പകുതി ദിവസമൊക്കെ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങോ ഉണ്ടാകും. ഇത്രയും രീതിക്കാണ് നിങ്ങൾക്ക് പോകുന്നതെങ്കിൽ യാതൊരു പ്രശ്നവും അവിടെ ഇല്ല. ചെറിയ സ്പോട്ടിങ്ങും ചെറിയ ബ്ലീഡിങ്ങും നോർമലാണ്. പക്ഷേ പീരീഡ്സ് പോലെ ബ്ലീഡിങ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതായത് 2 ദിവസമൊക്കെ ബ്ലഡ് സൈക്കിളിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്നില്ല എന്നാണ്. PCOD, ഒബിസിറ്റി, തൈറോയിഡ് പോലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് സാധ്യത കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് മിഡ് സൈക്കിളിങ്ങിൽ സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, 1 മാസം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അടുത്ത മാസം കൂടി നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യുക. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോട്ടിങ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുൻപോട്ടേക്ക് പോകാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. 9ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി പാർട്ട്ണറെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ആകുന്നു.
നമ്മുടെ ലിപ്പിൽ ചേഞ്ചസ് വരുന്നു, അതുപോലെ നമ്മളുടെ ബോഡിയിൽ നിന്ന് വരുന്ന ഒരു ഫ്രാഗ്രൻസിന് ഒരു എന്താ പറയുക ഒരു സ്മെല്ലിന് വ്യത്യാസം വരുന്നു. ഇതെല്ലാം നിങ്ങളുടെ പാർട്ട്ണറെ അട്രാക്ട് ചെയ്യാൻ പാകത്തിനുള്ളതായിരിക്കും ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓവുലേഷൻ ആകുമ്പോഴേക്കും നിങ്ങളുടെ പാർട്ട്ണർക്ക് നല്ലതുപോലെ അത് വിസിബിൾ ആവുകയും ഒക്കെ ചെയ്യും കേട്ടോ. അതാണ് 9ാമത്തെ ലക്ഷണം. 10ാമത്തേതെന്ന് പറയുന്നത് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ആണ്. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് പോലെയുള്ള ഒരു സംഭവമാണ്. ഇതിലൊരു 5 സ്ട്രിപ്പോളം ചിലപ്പോൾ ഉണ്ടാകും ചില ടെസ്റ്റ് കിറ്റിൽ കേട്ടോ. അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിന്റെ ഓരോ ടെസ്റ്റ് കിറ്റിന്റെയും പുറകിൽ ആ യൂറിൻ എപ്പോൾ കളക്ട് ചെയ്യണം എന്നുള്ള ടൈം പറഞ്ഞിട്ടുണ്ടാകും. ആ ടൈമിൽ മാത്രം നിങ്ങൾ യൂറിൻ കളക്ട് ചെയ്യുക. മോർണിംഗിലുള്ള ഏർലി മോർണിംഗിലെ ഫസ്റ്റ് യൂറിൻ എടുത്തിട്ട് നിങ്ങൾ ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ യൂസ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ഓവുലേഷൻ ടെസ്റ്റ് കിറ്റിൽ പറഞ്ഞിരിക്കുന്ന ടൈമിനനുസരിച്ചിട്ട് അത്രയും ഡ്രോപ്സ് യൂറിൻ മാത്രം എടുത്ത് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ആ ലൈൻ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. 2 ദിവസം അടുപ്പിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ മങ്ങിയ വരെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാനായിട്ട് സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഈ സമയങ്ങളിലൊക്കെ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ചില ആളുകൾക്ക്, അതായത് PCOD ഉള്ള ആളുകൾക്ക് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് എപ്പോഴും പോസിറ്റീവ് കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ ഓൾവേസ് ഓവുലേഷൻ ടെസ്റ്റ് കിറ്റ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾ ഒരു ഡോക്ടറെ പോയി സമീപിക്കണം. ഫോളിക്കുലാർ സ്റ്റഡി നടത്തി നോക്കണം. ഫോളിക്കുലാർ സ്റ്റഡി നടത്തുമ്പോഴേക്കും നിങ്ങളുടെ ഫോളിക്കിള്, അതായത് ആ ഒരു എഗ് വഹിച്ചിട്ടുള്ള ആ ഒരു ഷെല്ല് നമുക്ക് വളരുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഫോളിക്കിൾസ് അവിടെ വളരുന്നില്ല എങ്കിൽ പിന്നെ അത് വളരാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസും ഇഞ്ചക്ഷൻസും ഒക്കെ കൃത്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രഗ്നൻസി അവിടെ പോസിബിൾ ആകും. പിന്നെ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഓവുലേഷൻ ഡേറ്റ് എന്നാണോ അതിനേക്കാളും ഒരു 4 ദിവസം മുൻപ് മുതൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 4 ദിവസം മുൻപും എക്സാക്ട് ഓവുലേഷൻ ഡേറ്റ്, ദെൻ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കൂടി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നത് പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസസ് ഒരുപാട് വർദ്ധിപ്പിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.